Your microphone is on. Good afternoon. Good afternoon, teacher. How are you? Good afternoon. Fine. ചിരി കണ്ടാ മനസ്സിലാവില്ലേ? സുഖാണെന്ന് മനസ്സിലാവില്ലേ? Yes, എന്നാലും അതൊരു ചോദിക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ പോകുന്നു കേട്ടോ. വെറുതെ പറഞ്ഞോ. ഓക്കെ, ഞാനും ഹ്യൂമർ സെൻസ് ഉള്ള ആൾ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ടീച്ചർ പറഞ്ഞാൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് കയറി എടുത്തത് കേട്ടോ. ഓക്കെ ഓക്കെ ടീച്ചർ, എനിക്ക് നല്ല സുഖമില്ല, സൗണ്ട് തീരെ ഇല്ല, ചുമയൊക്കെ വന്നിട്ട്. ഈ മഞ്ഞിന്റെ ആയിരിക്കും, തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണോ? അലർജീന്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ പണി നടന്നിരുന്നു, അതിനുശേഷമാണ് ചുമ വന്നത്, പിന്നെ പനിയും എല്ലാം വന്ന് സൗണ്ട് പോയി. അലർജീന്റെ ആണ്. ഒരു 4 years ബാക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇപ്പൊ വന്നത്. യെസ്, കാണിച്ചു ടീച്ചർ. ഡോക്ടർ 5 daysലേക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒന്ന് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പോയി. അപ്പൊ ഒരു 3 days കൂടി കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. കഫൊക്കെ പോയിട്ടുണ്ട്, പിന്നെ സൗണ്ടിൻ്റെത് പിന്നെ അത് റിക്കവർ ആവാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ ടീച്ചർ, താങ്ക് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര വയസ്സ് വരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? 3 to 4 ആണോ? 2 to 3. 2 to 3 അല്ലേ? ത്രീ ടു 4 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ക്ലോത്ത്സ്, അതൊക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നത് പറഞ്ഞില്ലേ? പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് സൗണ്ട്സ് കിട്ടിയെന്ന് വരില്ല. പിന്നെ എന്താ പറയാ, വവൽ സൗണ്ട് ഒക്കെ പ്രശ്നമാകും, അത് പറഞ്ഞെന്ന് തോന്നുന്നു. 3 to 4 years പറഞ്ഞു അല്ലേ? ഓക്കെ. പിന്നെ ഐഡിയാസ്, ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് 3 to 4 years എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളിലുള്ള ഐഡിയാസ്, അവരുടെ ഇമോഷൻസ്, അതൊക്കെ അവരെന്ത് ചെയ്യും, പുറത്ത് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ വിശന്ന് കഴിഞ്ഞാലൊക്കെ വന്ന് വേഗം തന്നെ ഓടി വന്ന ഭക്ഷണമൊക്കെ ചോദിക്കും, വേണമെന്ന് വാശിയൊക്കെ പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് അതിനകത്തുള്ളത്. പിന്നെ ലാസ്റ്റ് 1 4 to 5 years ആണ്. അതുകൂടി പറഞ്ഞു നിർത്തിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം കേട്ടോ.
4 to 5 years എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ബിഹൈൻഡ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് എന്തെങ്കിലും അവർക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വേണം എന്നുള്ളൊരു ചിന്ത അതിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് 4 to 5 years എന്ന് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങള്, സ്കൂളിൽ ഇപ്പൊ കുഞ്ഞു ഓടിയിട്ട് വീണിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂട്ടുകാരൊത്ത് കളിക്കുമ്പോൾ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വീട്ടിൽ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ സ്കൂളിൽ നടക്കുന്ന, അതായത് പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങള് ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളോട് അത് ഷെയർ ചെയ്യാനായിട്ട് കുഞ്ഞ് തുനിയുന്നുണ്ട്. അങ്ങനെ ഒരു മെന്റാലിറ്റി കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പിക്ചർ എങ്ങനെയാണ് ഒരു കുഞ്ഞു വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു പിക്ചർ വരയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് കുഞ്ഞു കാര്യങ്ങള് മനസ്സിലാക്കി എടുക്കുന്നത്. പിന്നെ വെഹിക്കിൾസ് ഒക്കെ, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൺകുട്ടികൾക്ക് ക്രേസ് JCB-നോടായിരിക്കും, വണ്ടികളോടായിരിക്കും കൂടുതൽ ഇഷ്ടം. പെൺകുട്ടികൾക്ക് അതല്ല, പാട്ടിനോടും ഡാൻസിനോടൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങുന്ന അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ത് 4 to 5 years എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ പിന്നെ നിങ്ങള് ഇതുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ജിഷാൻസ് അല്ലേ എടുത്തത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് അപ്പൊ മിസ് നന്നായിട്ട് എടുത്തു തന്നിട്ടുണ്ടാകും. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു ചാപ്റ്റർ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് 8 ആണ്, നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. പ്രയർ ആൻഡ് തോട്ട് പറഞ്ഞില്ല. ഏതാണ്? പ്രയറും തോട്ടും പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അയ്യോ ഞാൻ മറന്നുപോയി കേട്ടോ, സോറി. ഞാൻ അതിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഞാൻ മറന്നുപോയി. കാലത്തെ കുട്ടികളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, രണ്ടാമത്തെ കാഴ്ച വന്നപ്പോ മറന്നുപോയി. സോറി കേട്ടോ, എക്സ്ട്രീംലി സോറി. ആരാണ് പ്രയർ ചെയ്യുന്നത്? ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ, നമ്മള് പ്രയർ ചെയ്തോളൂ കേട്ടോ. Yes, Miss. I am Saifunnisa from Malappuram. Let's start. Yes, start ചെയ്തോളൂ. Thank you for the sun up high. Thank you for the trees so tall. Thank you for the flowers that bloom. Thank you for the birds that sing their tune. Thank you for our world, one and all. We thank you, dear God, for our home, for our family, and for our own. Thank you, dear God, for all we do. Okay, Miss. Thank you. Okay, thank you. അടിപൊളി. Then ഞാനൊരു തോട്ട് പറയുന്നു. Hi, good afternoon everyone. I am Amrita. Today is January 24. Today is National Girl Child Day. So International Education Day is also celebrating today itself. Now I want to share thought of the day. There is no tool for development more effective than the empowerment of women. Once again, there is no tool for development more effective than empowerment of women. Now I want to share something about National Girl Child Day. I want to share something. Okay, ma'am. National Girl Child Day, observed on January 24, was first celebrated in 2008 by Ministry of Women and Child Development in India. The day is a reminder. Mama. ക്ലിയർ ആവണല്ലേ? Clear ആവുന്നില്ലേ? എന്റെ പ്രശ്നം ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ അമൃത പറയുന്നത്? No, ma'am. സൗണ്ട് വരുന്ന ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അധികം കുറച്ചുകൂടി ഒന്ന് സൗണ്ട് കൂട്ടിയിട്ട് സംസാരിക്കാമോ? ഓക്കെ, ശ്രമിച്ചു നോക്കാം മിസ്സേ. The National Girl Child Day, observed on January 24, was first celebrated in 2008 by Ministry of Women and Child Development in India. The day is a reminder of the needs to address gender inequality and the challenges that girls face, especially in areas like education, health, and protection from
harmful cultural practices. The primary objective of the day include promoting the importance of girls' education, combating child marriage, ending discrimination against the girl child, and ensuring their overall development. This day also emphasizes the importance of providing girls with equal opportunities, encouraging their participation in all spheres of life, and ensuring their safety and well-being. Various initiatives such as Beti Bachao Beti Padhao campaign have been launched by the Indian government to support the cause of gender equality and the empowerment of girls. The day also serves as a call for communities and individuals to work towards creating a more inclusive society where girls are treated with respect and given the tools to lead successful lives. May the dreams and aspirations of the girl be nurtured and supported. Let us work in synergy to make the world better place for every girl. I once again wishing you National Girls Child Day. Thank you. വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞു കേട്ടോ അമൃത. Thank you, ma'am. റീന ചേച്ചിയാണ് പറയണമെന്ന് പറഞ്ഞത്. റീന ചേച്ചിയാണ് തന്നത്. ഞാൻ റീഡ് ചെയ്തേ ഉള്ളൂ. റീന ചേച്ചിയാണ് ഇത് തന്നത്. ആരാണ് പറഞ്ഞത്? റീന ചേച്ചിയാണ് അത് പറയണമെന്ന് പറഞ്ഞത്, ഗ്രൂപ്പിൽ പറഞ്ഞത്. റീന ചേച്ചി. ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യുന്നുള്ളൂ. റീന ചേച്ചിയാണ് റീന ചേച്ചി. ഓ റീന അല്ലേ? ഓക്കെ. എനിക്ക് നിങ്ങളുടെ ഒന്നും പേര് ഞാൻ പരിചയപ്പെട്ട് വന്നിട്ടില്ല. ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. റീന സന്ദീപാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീന എന്തെങ്കിലും ഉണ്ടോ ഇനി? ഇല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തുടങ്ങിക്കോട്ടെ, ചാപ്റ്റർ തുടങ്ങിക്കോട്ടെ. Yes, teacher, definitely. സാരമില്ല, കുഴപ്പമില്ല കേട്ടോ റീന. സോറി. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്താ നീഡ്സ്? ആവശ്യങ്ങൾ. ആവശ്യങ്ങളാണ്. അപ്പോ ആ പേജ് ഒന്ന് റീഡ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് റീഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ്. Okay, Miss. Psychological needs. Food and water. Food provides. റീഡ് ചെയ്താൽ മതി, മൈൻഡിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാ? മൈൻഡിൽ റീഡ് ചെയ്താൽ മതി, മനസ്സിൽ. Okay. Sorry. ഓക്കെ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
Okay. ഫസ്റ്റ് വൺ ഫുഡ് ആൻഡ് വാട്ടർ ആണ്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഫുഡിനും വാട്ടറിനും ഉള്ളത് അല്ലെ. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് വാട്ടർ ആയിരിക്കും അല്ലെ നമ്മുടെ ലൈഫില്, ശരിയല്ലേ? ശരിയാണ്. ഒന്ന് ഗീതാനുഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതൊന്ന്, എന്താ അതിനകത്ത് പറയുന്ന കാര്യങ്ങള് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ നമുക്ക് പോയിന്റ്സ് അതിനകത്ത് ഉൾപ്പെടുത്താം? ഇതിലിപ്പോ ഫുഡിന്റെയും വാട്ടറിന്റെയും ആവശ്യകതയാ പറയുന്നത്. നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡും വാട്ടറും. അത് നമ്മൾക്ക് എനർജി തരുന്നു. അതാണ് നമ്മളെ ഒരു ഹോൾ ഡേ നമ്മളുടെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പ്രൊട്ടക്ട് ഡിസീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതും മെനി ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടല്ലോ. ഓരോ ഫുഡിനും അതിന്റെ ഓരോ വിറ്റാമിൻസും കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ ഫുഡും ഒരേ അളവിൽ കഴിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻസും മിനറൽസും എല്ലാം കിട്ടും. അല്ലാതെ എനിക്ക് ഒരേ ഫുഡാണ് ഇഷ്ടം എന്ന് വെച്ചിട്ട് അത് മാത്രം കഴിച്ചാൽ കാര്യമില്ല. കാരണം ഓരോ ഫുഡിലും ഓരോ വിറ്റാമിൻസ് ആണല്ലോ അടങ്ങിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മളെ ഡിസീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മളെ ഹെൽത്തി ആക്കുന്നതും എല്ലാം ഫുഡാണ്. ഫുഡാണ് അല്ലേ? ഓക്കെ. ഫുഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ടോ? യെസ് ടീച്ചർ, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ പോലും വിറ്റാമിൻ കിട്ടണ്ടേ എന്തെങ്കിലും കുറച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കഴിക്കും. കാരണം എക്സാമ്പിൾ ഇപ്പം പുട്ടും പയറും ആണെങ്കിൽ എനിക്ക് പുട്ട് മാത്രം കഴിക്കാൻ ഇഷ്ടം. അതിന്റെ കൂടെ കറി കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ വിറ്റാമിൻ കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് പുട്ട് വെറുതെ കഴിക്കും. എന്നിട്ട് ലാസ്റ്റിൽ അതിന്റെ കൂടെ കുറച്ച് കടല കഴിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. വെരി ഗുഡ്. ഗീതാനിപ്പോ പറഞ്ഞു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഫുഡ് ആൻഡ് വാട്ടറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? വാട്ടറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതൊക്കെ ഒന്ന് പറയാമോ? എത്ര ലിറ്റർ വെള്ളം കുടിക്കണം നമ്മൾ ഒരു ദിവസം? കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എത്ര കൊടുക്കണം? അവരുടെ ഫുഡ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? എന്തൊക്കെയാ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ? 7 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളമാണ് കുടിക്കേണ്ടത്. അത് ഡിപ്പെൻഡ് ഓൺ ദ ബോഡി. ഇപ്പൊ ഒരു ഒരു കിഡ്നി ഫെയിൽഡ് ആയ ഒരാൾക്ക് വെള്ളം കൂടുതൽ കുടിക്കാൻ പറ്റില്ല. കാരണം കിഡ്നി ഫങ്ഷൻ പ്രോബ്ലം ആകുമ്പോൾ അതിനെ എന്താ പറയാ പുറത്തേക്ക് തള്ളാനുള്ള ആ കപ്പാസിറ്റി കുറവായിരിക്കും. ഇപ്പൊ യൂറിനായാലും. അപ്പൊ അതുകൊണ്ട് ഓരോരാളുടെ ആരോഗ്യമുള്ള ഒരാൾക്ക് പിന്നെ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാം. ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു വലിയ ബോട്ടിലിൽ വെള്ളം വെക്കും. എന്നാലേ കുടിക്കൂ. അല്ലാതെ ഗ്ലാസ്സിലെടുത്തിട്ട് കുടിക്കില്ല. ബോട്ടിലിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളുടെ ഇപ്പം ഡൈജഷൻ മെയിൻ ആയിട്ട് നടക്കണമെങ്കിലും വെള്ളത്തിന് ഒരു പ്രധാന പങ്കുണ്ട് അത് നടത്തുന്നതിൽ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗീതാനിപ്പോ മാത്രം സംസാരിച്ചുള്ളല്ലോ. ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കുവാണോ? രണ്ടും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. അമൃത ഒന്ന് പറഞ്ഞേ. അമൃത, ഫുഡ് ആൻഡ് വാട്ടർ എന്തൊക്കെയാ ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മള് ഹെൽത്തി ഫുഡ് ആണ് കഴിക്കേണ്ടത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ മിസ്സേ? കുറച്ച് സൗണ്ട് ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. നമ്മള് കഴിവതും ഹെൽത്തി ഫുഡ് കഴിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മള് ഡയറ്റില് ഹെൽത്തി ഫുഡാണ് ഉൾപ്പെടുത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും ബോഡി ഹെൽത്ത് ഡിസീസിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വാട്ടറും നമ്മുടെ ബോഡിയുടെ ഓവറോൾ പെർഫോമൻസിന് വാട്ടർ ആവശ്യമാണ്. അപ്പം നമ്മള് കുട്ടികളെ നമ്മൾ വാട്ടർ കുടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവരെ മനസ്സിലാക്കിക്കണം. കുട്ടികൾക്ക് പല ആക്ടിവിറ്റിയിലൂടെ മാത്രമേ വെള്ളം കുടിക്കണം തോന്നിയാൽ അവർ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതല്ല, സാധാരണ മിനറൽ വാട്ടർ തന്നെ നമ്മൾ 8 ഗ്ലാസോളം തന്നെ ഒരു ദിവസം കുടിക്കണം എന്നുള്ളത് അവരെ മനസ്സിലാക്കിക്കണം. Okay. Then Lakshmi Vikas saying, Lakshmi,
യെസ് മിസ്. എന്താ മനസ്സിലായത്? എന്തൊക്കെ പോയിന്റ്സ് പറയാം? കുട്ടികളുടെ ഇതിലാണോ മിസ് പറയേണ്ടത്, ജനറലി ആണോ? ജനറലിയും പറയാം, കുട്ടികളുടേതും പറയാം നമുക്ക്. ജനറലി നമ്മൾ കൂടുതലും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കണം, സോ ദാറ്റ് നമ്മളുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് അങ്ങനെ എല്ലാതും നമ്മളുടെ ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബോഡിക്ക് മിനിമം ഇത്ര ലിറ്റർ ഓഫ് വാട്ടർ ജനറലി ഇത്ര വേണം എന്നുണ്ട്. അപ്പൊ അതും നമ്മൾ മാക്സിമം അത് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക, സോ ദാറ്റ് നമ്മളുടെ ബോഡി ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ തന്നെ കുറെയൊക്കെ നമ്മളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് അത് പോകുന്നതാണ്. ഇപ്പൊ കുട്ടികളുടെ കേസിലാണെങ്കിൽ നമ്മൾ ഓരോ മന്ത് ഓരോ ഏജ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമ്മൾ അവരുടെ കൊടുക്കുന്ന ഫുഡ് ഇംപ്രവൈസ് ചെയ്യണം. ഇപ്പം ചെറിയ ബേബീസിനാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫുഡ്, ഇപ്പം പ്രീ സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിൽ അതനുസരിച്ചുള്ള ഫുഡ്. അപ്പൊ അങ്ങനെ ഓരോ ഏജ് കാറ്റഗറിക്കും നമ്മൾ അതനുസരിച്ചിട്ടുള്ള വൈറ്റമിൻ ഇതൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഫുഡ് പ്രൊവൈഡ്സ് എനർജി ടു ദ വർക്ക്, അല്ലേ? നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം തരുന്നത് ഫുഡാണ്, അല്ലെ? ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു എനർജി കിട്ടുക, അല്ലെ? നമ്മളിപ്പോ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, നമ്മളിപ്പോ പഠിപ്പിക്കുകയാണ്, ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഫുഡ് വേണം. ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഫുഡ് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്കും അതിന്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട് ഫുഡ് നമ്മൾ കഴിച്ചേ മതിയാവൂ. അതുപോലെ തന്നെ പല രോഗങ്ങളിൽ നിന്ന്, പല ഡിസീസസിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഫുഡിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഒരുവിധം രോഗങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് സാധിക്കും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ, അതായത് ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഫുഡിന് കഴിയും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് ബോഡിയിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഓവറോൾ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആയി പോകുന്നതിന് വാട്ടർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്ക് എന്ത് ചെയ്യണം? വെള്ളം എത്തണം, അല്ലെ? നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ വെള്ളത്തിന്റെ തോതാണ് ഏറ്റവും കൂടുതലുള്ളത്, വെള്ളമാണ് ഉണ്ടാവുക. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാനും ഒക്കെ, നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും, നമുക്ക് ഡെയിലി എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇരിക്കാനും ഒക്കെ വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഒരു നിശ്ചിത എമൗണ്ടിലുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ടിലുള്ള ഫുഡും വാട്ടറും ഡെയിലി നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടാകണം. എന്നാൽ മാത്രമാണ് ഒരാൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഫുഡ് കഴിക്കാതിരുന്നാൽ നമുക്ക് ധാരാളം ആളുകൾ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെ? ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഡയറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ശരിയാണോ? ഭക്ഷണം അങ്ങനെ ഉപേക്ഷിച്ച് ഡയറ്റ് ചെയ്യുന്ന രീതി? നോ ടീച്ചർ, എപ്പോഴും ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഡയറ്റിംഗ് പാടുള്ളൂ. നമ്മള് ഭക്ഷണം കഴിക്കണം, ഒരു കുറച്ചെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കണം. ഒരു നേരമെങ്കിലും നമ്മൾ ഒരു നേരവും ഭക്ഷണം സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും ഒരു ഭക്ഷണം ഏതെങ്കിലും ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള രാവിലെ ഉണ്ട്, അതുപോലെ ഉച്ചയ്ക്കുണ്ട്, വൈകുന്നേരം ഉണ്ട്, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സഫിഷ്യന്റ് എമൗണ്ടിൽ ഒരു ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അസുഖങ്ങൾ വന്നേക്കാം, അല്ലെ? ധാരാളം അസുഖങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാവുന്നേ? ഭക്ഷണം കഴിക്കാതെ വന്നു കഴിഞ്ഞാല്, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് ക്ഷീണം വരും മെയിനായിട്ട്. പിന്നെ ടീച്ചർ, ഞാൻ തന്നെ പറയുന്നത് അത്ര ശരിയല്ലല്ലോ, മിണ്ടാതിരിക്കുന്നവര് പറയട്ടെ. ശരിയാണ്. ഗീതാരൂപ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി എന്താണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നേ? വാട്ടർ സഫീഷ്യന്റ് കുടിച്ചില്ലെങ്കിൽ ബോഡി ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലംസ് വരും, പിന്നെ അൾസർ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. തലവേദന വരും, തലവേദന, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും. മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ മൈഗ്രെയിന്റെ തലവേദന ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്.
മൈഗ്രൈൻ്റെ ട്രിഗറിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് വിശന്നിരിക്കുക എന്നുള്ളത് ഒരു ട്രിഗറിങ് ഫാക്ടർ ആണ് അതിന്റെ മൈഗ്രൈൻ്റെ. പിന്നെ ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവര്, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. തുടർച്ചയായിട്ട് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, തുടർച്ചയായിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, വൈകുന്നേരത്തെ സ്കിപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചാലും നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണ്? അൺഹെൽത്തി ഫുഡ്സ് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കരുത്. പിന്നെ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജ്യൂസ് ഐറ്റംസുകള്, അതൊക്കെ കൂടുതൽ കളറടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്. അപ്പൊ അതൊക്കെ എന്താണ് നമ്മളെ അൺഹെൽത്തി ആക്കി മാറ്റും അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണവും നമ്മള് കുടിക്കുന്ന, അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിന് ഒരു കണക്കുണ്ട് അല്ലെ. 2-3 ലിറ്റർ ഒക്കെ വെള്ളം നമുക്ക് കുടിക്കാം. ഒരാളുടെ ബോഡി വെയിറ്റിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം ആവശ്യത്തിനധികം കുടിക്കാം. രാവിലെ തന്നെ കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഒക്കെ വർദ്ധിക്കും, നമ്മൾക്ക് നല്ലൊരു എനർജി കിട്ടുന്നതാണ്. അധികം വിശക്കില്ല അന്നത്തെ ദിവസമൊക്കെ. കൂടുതൽ, അതായത് നമ്മൾ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കരുത്, ആവശ്യത്തിനുള്ള സമയത്ത്, അതായത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് മതിയായിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനൊരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിൽ എന്ത് ചെയ്യാം, നമ്മള് ആ ഫുഡ് കഴിക്കാം. ഓക്കെ. പിന്നെ ഒപ്പം ധാരാളം വെള്ളം കുടിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും അല്ലെ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, അവരെ നമുക്ക് കറക്റ്റ്. പക്ഷെ നമ്മളാവുമ്പോ അത്രയും നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കും, അതുപോലെ വെള്ളം കൊടുക്കും, കുറുക്ക് കൊടുക്കും, പാല് കൊടുക്കും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല മിസ്സേ, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത്, നമ്മുടെ ബോഡി നമ്മൾ നോക്കാറേ ഇല്ല. അതെ, അതാണ് അവിടെ പ്രശ്നം. നമ്മൾ എല്ലാവരുടെയും കാര്യത്തിൽ നമ്മൾ ഇടപെടും, നമ്മള് എന്താ പറയാ, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരിടത്ത് കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് മനസ്സിലാവാം, അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഇന്നത് ശ്രദ്ധിച്ചില്ല, ഒന്നും കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്നൊക്കെ എപ്പോഴാണ്, വയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മള് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ വീട്ടില് ഒരു ഗസ്റ്റ് എങ്ങാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ഭക്ഷണം ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. കാരണം ഇത് ഫുള്ള് കുക്കിങ്ങിന്റെ തിരക്കിലായിരിക്കും. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, മിക്കാൾക്കും ആളും അങ്ങനെ തന്നെയായിരിക്കും. വീട്ടില് 1-2 ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് അന്ന് നമ്മൾക്ക് എന്താ പറയാ, ഒരു ഭക്ഷണം പോലും കഴിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം അവരെത്തുന്നതിന് മുമ്പിലെ വേഗം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു തിരക്കായിരിക്കും. അതെ. അപ്പൊ നമ്മൾ നമ്മളുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ അത്രയും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. മില്ലറ്റ്സ് ഒക്കെ ധാരാളം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. റാഗി ഐറ്റംസ് ഉണ്ട്, അതുപോലെ ചോളം, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കൃത്യമായിട്ട് സമയങ്ങളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തി, ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. ഞാൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഞാൻ ബാച്ചുകളിൽ എടുക്കുമ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാനാണ് എപ്പോഴും എടുക്കാറ്. നിങ്ങൾക്ക് എനിക്കറിയില്ല അത് എടുത്ത് കഴിഞ്ഞോ ഇല്ലയോ എന്ന്. അപ്പൊ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം, ആ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് തുടങ്ങുന്നത് കുട്ടികൾ ഒരു മീൽ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ക്ലാസ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അവരോട് പറയുന്ന ഒരു ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മീൽ പ്ലാൻ തയ്യാറാക്കാനാണ്. ഒരു 7 ദിവസത്തെ മീൽ പ്ലാൻ ആണ് അതായത് സ്റ്റുഡൻസ് നിങ്ങൾ തയ്യാറാക്കേണ്ടതെന്നാണ് അവരോട് ഞാൻ പറയാറുള്ളത്. 7 ദിവസത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ് തയ്യാറാക്കേണ്ടത്. രാവിലെ ഇന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് ഇന്ന ഭക്ഷണം, വൈകുന്നേരം ഇന്ന ഭക്ഷണം, അങ്ങനെയുള്ള മീൽ പ്ലാൻ. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് അതുപോലെ ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് കൂടുതൽ ഭംഗിയാക്കാം ചാർട്ട് പേപ്പറിൽ. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ടീച്ചേഴ്സ് തന്നിട്ടുണ്ടോ അങ്ങനെ? ഇല്ല മിസ്സേ, ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് ചെയ്യാട്ടോ. അസൈൻമെന്റ്, അതിന്റെ ഫസ്റ്റ് അസൈൻമെന്റ് ആണ് ഒരു മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഞാൻ അസൈൻമെന്റ് ഇവിടെ ഇട്ടേക്കാം, പറഞ്ഞേക്കാം കേട്ടോ. ഇന്ന് ചിലപ്പോ ഇട്ടെന്ന് വരില്ല, തിങ്കളാഴ്ച ഇട്ടേക്കാം കേട്ടോ. ഓക്കെ. ചാർട്ടിനകത്താണോ ചെയ്യണ്ടേ? ചാർട്ടിനകത്ത് ചെയ്യാം. ചാർട്ടിനകത്ത് ചെയ്യുമ്പോൾ നമുക്കിപ്പോ രാവിലത്തെ ഭക്ഷണം ഇഡ്ഡലി സാമ്പാർ,
അല്ലെങ്കിൽ മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് ആപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ പിക്ചറും കൂടി അല്ലെങ്കിൽ അതൊന്ന് വരച്ച് ചേർത്തിട്ട് കളർ ചെയ്യുക. ഒന്നല്ലെങ്കിൽ അതിന്റെ പിക്ചർ ഒട്ടിക്കുക. പിക്ചർ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഒക്കെ ബുക്ക് നിങ്ങളുടെ അടുത്തുള്ളതല്ല, ചിലവരുടെ അടുത്ത് ഉണ്ടാകും, ഫ്രൂട്ട്സിന്റെ ഒക്കെ പടമുള്ള പിക്ചേഴ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ പിക്ചർ ഇല്ല എങ്കിൽ അതൊന്ന് വരച്ചിട്ട് അതൊന്ന് സ്കെച്ച് പെൻ കൊണ്ടൊന്ന് കളർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് എന്താ പറയാ ഹെൽപ്ഫുൾ ആകും. ഈ ഒരു സംഭവം കയ്യിലുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണല്ലോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ മിസ്. റൂട്ടീൻ ആണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തെ ആവുമ്പോൾ എന്താണ് പറയാ അത് ഉണ്ടാവില്ല, ഒരാഴ്ചത്തെ പ്ലാൻ മതി. ഒരു സൺഡേ ടു സാറ്റർഡേ തുടങ്ങിയിട്ട് ആ ഒരു ദിവസങ്ങളിലുള്ള രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, പിന്നെ മിഡ് മോർണിംഗ്, ഈവനിങ് സ്നാക്ക് ഒക്കെ വരില്ലേ, അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ട, കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കും കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ വേണം അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ഭക്ഷണം, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഭക്ഷണം, അതൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇന്റേൺഷിപ്പിന് പോവാണോ? സാരില്ല, കുഴപ്പമില്ല, പോയിട്ട് വരും. അതായത് തിരക്ക് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? പറഞ്ഞത് പ്ലാൻ ഒരാഴ്ചത്തെ തയ്യാറാക്കുക കേട്ടോ. ഓക്കെ, അപ്പോ അത് ഓക്കെ ആയി. ഇത് രണ്ടാമത്തെ ക്ലോത്തിങ് ആണ്. ഫാത്തിമ ഹാരിസെ, ക്ലോത്തിങ് ഒന്ന് പറയാമോ? എന്താണ് ക്ലോത്തിങ് കൊടുത്തിരിക്കുന്നത്? ഫാത്തിമ ഹാരിസ് അല്ലേ പറഞ്ഞ മാം? ഫാത്തിമ ഹാരിസ്. ഓക്കെ മാം. ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ടേം ആണെങ്കിലും ക്ലോത്തിങ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ. നമ്മള് കുട്ടികൾ ഉപയോഗിക്കുന്ന ക്ലോത്തിങ്ങിന്റെ ഫാബ്രിക് നമ്മളെപ്പോഴും ക്ലൈമറ്റ് അനുസരിച്ചിട്ട് വേണം ഏത് ക്ലോത്ത് വേണം എന്നുള്ളത്. കോട്ടൺ ക്ലോത്ത്സ് വേണോ, അല്ലെങ്കിൽ ഇപ്പം റെയിനി സീസൺ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പുള്ള ക്ലോത്ത്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഈസി ടു വെയർ ആയിരിക്കണം. അവർക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതും അതൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് വെയർ ചെയ്യാനായിട്ട് എളുപ്പമുള്ള തരത്തിലുള്ള ക്ലോത്ത്സ് വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെന്താ, അതുപോലെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതും അങ്ങനത്തെ ക്ലോത്ത്സ് ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലോത്ത്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ദാറ്റ്സ് ഓൾ മിസ്. ഓക്കെ, വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം. ക്ലൈമറ്റിന് ഓരോ ക്ലൈമറ്റിനും അനുസരിച്ചുള്ള ഡ്രസ്സുകൾ കുഞ്ഞുങ്ങൾക്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം കോട്ടൺ ക്ലോത്ത്സ് ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഹോട്ട് ഡേയിൽ കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങളുടെ ഒരു കംഫർട്ട് അതായിരിക്കും. ഒരു കോൾഡ് ഡേയിലൊക്കെ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ധരിക്കുന്നതും അതൊക്കെ നല്ലൊരിതാണ്. ഒരു ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ മിസ്, പറഞ്ഞതൊക്കെ തന്നെയാണ്. ക്ലൈമറ്റ് അനുസരിച്ച് വേണം കുട്ടികൾക്ക് ക്ലോത്ത്. കോട്ടൺ ക്ലോത്ത് സമ്മറിന് നല്ല ലൈറ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തേ ഇട്ട് കൊടുക്കാവുള്ളൂ. അത് വളരെ ടൈറ്റ് ആയിട്ടുള്ളതൊന്നും ഇടരുത്. കുഞ്ഞുങ്ങളുടെ കാലിന് കൈയും കാലും എല്ലാം ഫ്രീ മൂവ്മെന്റ് വേണം. പിന്നെ വൂൾ തണുപ്പ് വിന്റർ സീസൺ ആണെങ്കിൽ വൂളിൻ്റെത് സോക്സ് കാലിൽ ഇടണം, തൊപ്പി വെക്കണം, കയ്യിലാണെങ്കിലും ഉണ്ട് അത് ഇടാനുള്ളത്. അതെല്ലാം സ്വെറ്ററൊക്കെ ഇട്ട് നല്ലതുപോലെ ചൂടായിട്ട് കുഞ്ഞുങ്ങളെ വെക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത് വലിയ കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ഡിസൈൻ ഉള്ള ഇച്ചിരി മുതിർന്ന കുട്ടികൾക്ക്, ഒരു 3 വയസ്സൊക്കെ ആയവർക്ക് നല്ല ഡിസൈനും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കൊടുക്കണം. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. അത് ഇട്ടുകൊണ്ട് ഓടിച്ചാടി എല്ലാവരോടും ചോദിക്കും, എന്റെ നല്ലതാണോ, എന്റെ നല്ല ഉടുപ്പാണോ. ക്ലാസ്സിൽ ചെന്നാലും ഫ്രണ്ട്സിനോടും എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാകും. അതൊക്കെ ഉള്ളു. ശരിയാണ്. പിന്നെ ടീച്ചർ ഒരാളുടെ പേഴ്സണാലിറ്റി, അതായത് വ്യക്തിത്വം പ്രകടമാകുന്നത് നമ്മൾ ധരിക്കുന്ന വേഷത്തിലൂടെ തന്നെയാണ്. ശരിയാണ്.
അതും നമ്മുടെ ഇമ്പോർട്ടന്റ്. ബോഡിയെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇടുന്ന ഡ്രസ്സ്. നമ്മൾ അതുപോലെ അതിന് പ്രോപ്പർ കെയർ കൊടുക്കണം. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുകയും അത് നല്ല സോപ്പും കാര്യങ്ങളും ഏതാണോ നല്ലതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ഡ്രസ്സ് നീറ്റാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മിസ്സേ സ്കൂളിൽ പോകുന്ന കുട്ടികള് ഈ യൂണിഫോം ഒക്കെ ഇട്ടത് തന്നെ പിറ്റേ ദിവസം ഇടാതെ അത് എന്താ ക്ലീൻ ചെയ്തിട്ട് അയൺ ചെയ്ത് അതിൻ്റെ സ്കൂളിന്റെ മാനേഴ്സിനനുസരിച്ച് ഡ്രസ്സ് ധരിച്ച് വിടാനായിട്ട് പാരന്റ്സ് കൂടുതലായിട്ട് ശ്രമിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇപ്പൊ എല്ലാവരും നല്ല എനർജറ്റിക് ആയല്ലോ. നേരത്തെ ആദ്യം വന്നപ്പോ എല്ലാരും മിണ്ടാതിരിക്കുകയായിരുന്നു, ഗീത പറഞ്ഞ പോലെ. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സംസാരിക്കണോട്ട് എന്റെ ക്ലാസ്സിൽ. മിസ്സേ, ഒരു കാര്യം കൂടി. എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ച ഒരു വലിയ പാർട്ടി ഫംഗ്ഷന് പോയി. ചെന്നപ്പോഴേ സെക്യൂരിറ്റി വിളിച്ചിട്ട് അങ്ങ് തൊഴുത് വിളിച്ച് കയറ്റി ഭയങ്കര ട്രീറ്റ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞ്, കണ്ടോടി തേച്ച് അലക്കി ഡ്രൈ വാഷ് ചെയ്ത് ടിപ്പ് ടോപ്പിലിട്ട് വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും ഇട്ടതിന്റെ ഗമ കണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോ അങ്ങ് ചിരിച്ചു. ശരിയാണ്, ഡീസന്റ് ഡ്രസ്സാണ് ആദ്യം മനുഷ്യരുടെ വില കിട്ടുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിലാണ് സ്പെഷ്യൽ. ഏകദേശം ടിപ്പ് ടോപ്പ് ആയിട്ട് വേണം പോകാൻ. എന്നാലേ കുട്ടികള് അവർക്കൊരു പ്രത്യേക റെസ്പെക്റ്റ്. വലിച്ചു വാരി ഷാളും കോരിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ അതിന് അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും കുട്ടികൾക്ക് ആ ടീച്ചേഴ്സിനോട്. അല്ലേ? ശരിയാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടീച്ചർ, നമ്മളുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് കാരണം നമ്മളുടെ ക്യാരക്ടർ ഒന്നും ആർക്കും ഫസ്റ്റിൽ അറിയില്ലല്ലോ. അപ്പൊ നമ്മളുടെ ആ ഒരു വ്യക്തിത്വം പ്രകടമാക്കേണ്ടത് നമ്മളുടെ ഡ്രസ്സിങ്ങിലൂടെ തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നില്ലേ? നമ്മളിപ്പോ ഒരു മോശമായ ഡ്രസ്സാണ് ധരിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അവര് നമ്മൾക്കൊരു വിലയിടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് നമ്മളുടെ ഡ്രസ്സിങ്ങിലൂടെയാണ്. അതെ. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഇപ്പൊ വലിയ ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഡ്രസ്സിന് ഒരു ഭയങ്കര ഒരു പങ്കുണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവല്. ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതൊരു ചില ഡ്രസ്സ് ഇടുമ്പോ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ശരിയാണ്, അതും ശരിയാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് സ്വയം തന്നെ നമ്മൾ സമ്പടിയാണെന്ന് തോന്നും. നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയ എന്നെ വലിച്ചു വാരി പോയാൽ നമ്മളും ആളുകളുടെ പുറകെ മാറി മാറി നിൽക്കാൻ നോക്കും. നമ്മൾ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ? നമുക്ക് യോജിച്ച ഡ്രസ്സാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഫാത്തിമ പറഞ്ഞ പോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും കേട്ടോ. നമ്മുടെ ഡ്രസ്സ് ഇപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യം ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം പറയാം. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ നമ്മള് പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങളുടെ അടുത്ത് പോയി പഠിപ്പിക്കുമ്പോൾ ഒന്ന് പറയാമോ? സാരിയാണ് കംഫർട്ടബിൾ. പിന്നെ ഇപ്പോഴൊക്കെ ചുടിദാറും അത് നല്ല ടിപ്പ് ടോപ്പിൽ ഇടുവാണെങ്കിൽ ചുടിദാറും ഒക്കെയാണ്. ഇത് രണ്ടുമാണ് കംഫർട്ടബിൾ. സാരിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം. ഇപ്പൊ കോട്ടൊക്കെ ചുടിദാർ ഓവർകോട്ടും ഇടും, ചുടിദാറിന്റെ മുകളിൽ ഓവർകോട്ടും ഇടും. ഉഷാനിലിന് സാരിയാണ് കംഫർട്ട് അല്ലേ? സാരിയല്ലേ? വിയർ ചെയ്യുന്നതിൽ അത് കംഫർട്ട് ഇല്ല എങ്കിൽ തന്നെയും സ്കൂളിൽ ക്ലാസ്സിൽ സാരി എടുത്തോണ്ട് പോയാണെങ്കിൽ അപ്പോഴേ പിള്ളേര് അന്ന് മാഡം അടിപൊളിയായിട്ടാ വന്നത്. ഞാൻ പറഞ്ഞത് എന്താണ് കംഫർട്ടബിൾ നിങ്ങളൊന്നും പറയാം. നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ് കേൾക്കാനാണ്. അമൃതയ്ക്ക് എന്താണ് കംഫർട്ടബിൾ? ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാരി എടുത്ത് വരുന്ന ഒരു ഫീലിംഗാണ്. അമൃത പറയാ എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത്. നമ്മളൊക്കെ പഠിക്കുമ്പോ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ സാരിയിലാണ് കണ്ടിരിക്കുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ സാരിയിൽ കാണണം എന്നാണ് ആഗ്രഹം. എനിക്ക് കംഫർട്ടബിൾ പക്ഷേ ചുരിദാറാണ്. ഇതൊരു സാരി ഒന്നും അങ്ങനെ ഉടുക്കാറുണ്ട്. നമ്മുടെ കാര്യമില്ല. പക്ഷെ ടീച്ചർ എന്ന് പറഞ്ഞാല് സാരിയിൽ അതാണ് മനസ്സിൽ വരുന്നത്. അതാണ് ഒരു നന്നായിട്ട് തോന്നുന്നത്, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അല്ലേ? നെക്സ്റ്റ് സബീഷ് അമീർ. എന്താണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? ഞാൻ അത് തന്നെയാണ് മിസ്സേ ഉദ്ദേശിച്ചത്. ടീച്ചർ എന്ന് പറയുമ്പോൾ സാരിയിൽ വരുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പോഴാണ് ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ ഈ കോട്ടൊക്കെ തിരിച്ചു വരുന്നത്. അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ ടീച്ചർ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ലുക്ക്, ആ വടിയും പിടിച്ച് സാരി ഉടുത്ത് വരുന്ന ആ ലുക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വേറെ ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഈ ഇടയ്ക്കൊരു മാം റീൽസിനകത്ത് ഇവിടെ ഒരു സ്കൂളിലെ റീൽസിനകത്ത് ഇങ്ങനെ കണ്ടിരുന്നു, കുഞ്ഞുങ്ങളുടെ യൂണിഫോമിന്റെ ആ ഒരു ഇത് തന്നെ ടീച്ചർമാര് ധരിക്കുന്നതായിട്ട്. അത് അവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും തോന്നിയത്. അല്ലേ? ഓക്കെ. പിന്നെ ഗീതാന് പിന്നെ പറയാനുണ്ടോ? എസ് ടീച്ചർ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിൽ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഓടിയെത്തുന്ന പിക്ചർ ഒരു സാരിയിലുള്ള പിക്ചറാണ്. നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് ചുരിദാറാണ് നല്ലത്. കാരണം കുട്ടികളൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ഹയർ ക്ലാസ്സിൽ ഇപ്പൊ 10th 11th 12th ഒക്കെ എടുക്കുമ്പോ പിന്നെ സാരി ആകുമ്പോ അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും അതിന്റെ മേലെ കോട്ട് ഇടുന്നത്. അത് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ്ങിൽ. സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് ശരിയാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? നിങ്ങളുടെ ഒപ്പീനിയൻ പറയാട്ടോ. പിന്നെ മിസ്സേ, കുട്ടികൾക്ക് നമ്മള് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ അണ്ടർ ഗാർമെന്റ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ളതും ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പാൻസ് ഒക്കെ ബെൽറ്റ് ഇട്ട് വരുമ്പോ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ആണെങ്കിൽ പെട്ടെന്ന് അവര് സ്വെറ്റ് ആവും. അപ്പൊ അവർക്ക് ചൊറിച്ചില് അതുപോലെയുള്ള ആ ഭാഗത്തുള്ള അസുഖങ്ങൾ കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾക്കും. ഇപ്പോ പീരീഡ്സ് ആയിട്ട് ക്ലാസ്സിൽ പോകുന്ന പെൺകുട്ടികളുണ്ട്. അവര് ചിലപ്പോ ആ ടൈമില് രാവിലെ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമില് 7 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 4:30 5 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. അപ്പൊ ഇത്രയും ടൈം നമ്മൾ ഒരേ പാഡ് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ ലെവലിലാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. അത് നമ്മളിപ്പോ ശ്രദ്ധിക്കില്ല. പിന്നീട് നമ്മൾ പ്രഗ്നന്റ് ആവുന്ന ടൈമില് അല്ലെങ്കിൽ ആ ഒരു ടൈമില് ആണ് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ അമ്മമാര് എപ്പോഴായാലും, അമ്മമാരെന്ന് തന്നെയല്ല, ഒരു പ്രായം വിട്ടുള്ള കുട്ടികൾ അവരവരുടെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക. അപ്പൊ അവരെപ്പോഴും ശ്രദ്ധിക്കുന്ന അവനവന്റെ അണ്ടർ ഗാർമെന്റ്സ് എപ്പോഴും ഹൈജീൻ ആയിട്ടും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ടൈറ്റ് ഒന്നും ഇല്ലാതെ കൊണ്ട് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പുറമെ ഇടുന്ന ഡ്രസ്സ് പോലെയല്ല അകത്തിടുന്ന സാധനം. ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ളതും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം അണ്ടർ ഗാർമെന്റ്സ് തന്നെയാണ്. പുറമേ ഉള്ളത് എന്ത് വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ അകത്തുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. നാട്ടിലെ പേരൻസ് അതൊക്കെ ഒരുവിധം നന്നായി ശ്രദ്ധിച്ച് എല്ലാമാണ്. അതേസമയം ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാഗാലാൻഡ് ജോലി ചെയ്യുന്ന അവിടെ സ്കൂളിൽ പോകാറുണ്ട്, ഓഫീസിലെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അവിടെ കാണാം ടീച്ചേഴ്സ് പിള്ളേരെ വെളിയിൽ ഇറക്കി പെൺപിള്ളേരെ മുഴുവൻ നിർത്തിയിരിക്കുക. എന്താന്ന് ചോദിക്കുമ്പോൾ പറയും അതെന്താ പിള്ളേരെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? അപ്പം പറയും ഒരെണ്ണം നിക്കറിടാതാ വന്നിരിക്കുന്നത്. നിക്കറിടാതെ വന്നിരിക്കുക. എന്നിട്ട് എല്ലാത്തിന്റെയും പാവാട പൊക്കി നോക്കിയിട്ട് അത് ചിലതാണ് കീറി പറഞ്ഞ നിക്കർ, അത് വലിച്ച് താഴോട്ടാക്കുകയൊക്കെയാണ്. പിള്ളേർക്ക് ഭയങ്കര ഇൻസൾട്ടുവാ. പക്ഷെ അവിടെങ്ങും അവരാരും അത്ര കെയർ ചെയ്യല്ല. കെയർ ചെയ്യുന്നവര് നല്ല ടിപ്പ് ടോപ്പ് വിടുന്നവരുണ്ട്. പക്ഷെ മുക്കാലും കെയർ ചെയ്യാത്തവരാ. അതേസമയം കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല, റെയർ ആയിരിക്കും. അതെ, കുറച്ച് ലിറ്ററസികളെ സാക്ഷരത കൂടി ഉള്ളവരാണല്ലോ, വിദ്യാസമ്പന്നരാണ് നമ്മള്. അപ്പൊ അക്കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. മറ്റ് സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില്, അതുപോലെ കിഴക്കൻ സംസ്ഥാനങ്ങൾ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ച് ബാക്ക്വേർഡ്, പിന്നെ ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് അവരൊക്കെ എന്താണ് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടാണ് കുറച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് പെരുമാറുന്നതും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതെ മിസ്, അമൃത വിദ്യാലയം അടൂര് കൊരമ്പാലയിൽ ഞാൻ ഒരു 2 വർഷം പോയായിരുന്നു ലോവർ സെക്ഷനിൽ പഠിപ്പിക്കാൻ. അന്നേരം കണ്ടത് പിള്ളേരെല്ലാം നല്ല ഡീസന്റ് ആയിട്ടാ വരുന്നത്. എല്ലാം ഉണ്ട്. നമ്മൾ അവരുടെ ഇതൊക്കെ ഒന്ന് പൊക്കി നോക്കുന്നത് തന്നെ അവർക്ക് ഇൻസൾട്ടാണ്. അതിന് പിന്നെ പരാതി വേണ കേസ് വരെ വരും. അതേസമയം നാഗാലാൻഡിൽ ഞാൻ കണ്ടതാണ് ഈ മുമ്പേ പറഞ്ഞത്, ഒന്നും ഇടാതെ, അതും യൂണിഫോം ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വരാതെ, എല്ലാരും അല്ല,
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. അതുങ്ങളെ കാണാനും നല്ല ക്യൂട്ടല്ലേ, നല്ല വെള്ള കളറ്. പക്ഷെ അതുങ്ങള് അയ്യോ വാരി വലിച്ചു വരും. അപ്പൊ എന്തോ പാടാന്നറിയോ ടീച്ചേഴ്സിന്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് നേരത്തെ പറഞ്ഞത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങളെ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവൂലേ? ഓർത്തു വെക്കുക, നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ടീച്ചർമാരുടെ മുഖം ഒരു ടീച്ചറെങ്കിലും ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടീച്ചർ ഇല്ലേ? ചെയ്തിട്ടില്ലേ? ടീച്ചർ. എന്തുകൊണ്ടായിരിക്കും അവര് മനസ്സിൽ മായാതെ പോകുന്നേ? ടീച്ചർക്ക് ഒരുപാട് സാരി ഉണ്ടായിരുന്നു. അപ്പം കുട്ടികളെ പരിപാടി എന്താന്ന് വിചാരിച്ചാല് ടീച്ചർ ഇട്ടിട്ട് വരുന്ന സാരി കളർ എഴുതി വെക്കും. എന്നിട്ട് ഓരോ ദിവസം ആകാംക്ഷയാണ് പിന്നെ ടീച്ചർ ഏത് സാരിയാ ഇട്ടിട്ട് വന്നേ നോക്കാൻ വേണ്ടി. അപ്പൊ ക്ലാസ്സിൽ വന്നാല് നമ്മൾ കാണും. അത്ര വരെ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ടീച്ചേഴ്സ് റൂമിലേക്ക് പോകും ടീച്ചറുടെ സാരി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നിട്ട് ആ കളർ എഴുതി വെക്കും. അങ്ങനെ ഒരുപാട് സാരിയുള്ള ടീച്ചർ ഉണ്ടായിരുന്നു എനിക്കന്ന്. അല്ലേ? ഓക്കെ. അപ്പോ എന്താ പറയാ, കുറച്ചു പേർക്ക് സാരിയാണ്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടീച്ചർമാർ ഉപയോഗിക്കുന്ന സാരി തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ ചുരിദാറിലോട്ട് മാറിയത്, അല്ലെങ്കിൽ കോട്ടും മറ്റു പോലുള്ള വസ്ത്രങ്ങളിലോട്ട് നമ്മൾ കൺവേർട്ട് ആയത്. അപ്പോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, അതായത് ഒരു പേഴ്സണാലിറ്റി, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എന്റെ അഭിപ്രായത്തിൽ എന്റെ കംഫർട്ട് എന്ന് പറയുന്നത് സാരിയാണ് പഠിപ്പിക്കുന്നതിന്. ഓൺലൈനായിട്ടല്ല, ഓൺലൈനിൽ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുക, മൂവൊന്നും ചെയ്യുന്നില്ല അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷെ ഞാൻ ഓഫ്ലൈൻ പഠിപ്പിക്കാറുണ്ട്, പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഞാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഓഫ്ലൈൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും പിള്ളേരാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ നിറച്ചും, അതായത് ഒരു ഹോളിൽ മൊത്തം പിള്ളേരായിരിക്കുള്ളൂ. ആ പിള്ളേരെ നോക്കി സാരി ഉടുത്ത് ബ്ലാക്ക് ബോർഡിൽ, അല്ലെങ്കിൽ വൈറ്റ് ബോർഡാണ്, ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ഒന്നും ഇല്ല, വൈറ്റ് ബോർഡിൽ നമ്മൾ മാർക്കർ കൊണ്ട് എഴുതുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ നമ്മളൊന്ന് ഒതുങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത്. എന്നിട്ട് ബോർഡിൽ എഴുതുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും, നമ്മളെയും കാണാൻ പറ്റും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെയധികം കോൺഫിഡൻസോട് കൂടി നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ കോൺഫിഡൻസിന്റെ 1% അല്ലെങ്കിൽ ഒരു 5% ആ ധരിക്കുന്ന വസ്ത്രം നമുക്ക് തരുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് ഒരു സ്വാധീനമുണ്ട് കേട്ടോ. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സാരിയിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങളത് ധരിക്കാനായിട്ട് പോകരുത്. കാരണം അവിടെ ചെന്ന് നിങ്ങൾ എന്തെങ്കിലും കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് സാരിയിലോട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചുരിദാറായിരിക്കാം കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ധരിച്ചു പോവാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ സാരി എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ ലുക്കാണ് അല്ലെ? അത് നമുക്ക് ഓവറോൾ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടും അത് നന്നായിട്ട് ധരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പറയുന്നത്. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ചുരിദാറിട്ട് തന്നെയാണ് പോയിരുന്നത്. പക്ഷെ സാരി ഉടുത്ത് തുടങ്ങി പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിനേക്കാളും ബെസ്റ്റ് വേറൊന്നും ഇല്ലെന്ന് പിന്നീട് മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ വേണ്ടിട്ട് ടീച്ചർ പറഞ്ഞു സാരി ഉടുക്കാനായിട്ട്, ഞങ്ങൾ സാരി ഉടുത്തേ പോവുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കുന്ന വേണ്ട. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ വിയർ ചെയ്യാം. ഓക്കെ. പിന്നെ നേരത്തെ ഉഷാനില് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, അതുപോലെ ഗീത അനുപം പറഞ്ഞ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മുടെ ഡ്രസ്സിനുണ്ട്. നല്ല രീതിയിൽ കഴുകി അയൺ ചെയ്ത് ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ? ഇപ്പോ മോശമായിട്ട് ഡ്രസ്സ് ധരിച്ച ഒരാൾ പോകുന്നു, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച ഒരാൾ പോകുന്നു, ആരിലേക്കാ നമ്മുടെ കണ്ണു പോവുക? നല്ല ഡ്രസ്സ് ധരിച്ച് പോകുന്ന ആള് നമ്മൾ കണ്ണെടുക്കില്ല അല്ലെ? കാരണം അവരുടെ ആ വസ്ത്രധാരണം നമ്മുടെ മോഡലായിട്ട് കണ്ടിരിക്കുന്ന ടീച്ചർമാരെയാണ് നമ്മള് സ്കൂളുകളിൽ പഠിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിച്ചിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ടീച്ചർമാരുണ്ടാവും. നല്ല സാരിയൊക്കെ ധരിച്ച് സാരിക്ക് ഇതായിട്ടുള്ള സ്യൂട്ടായിട്ടുള്ള ആക്സസറീസും കമ്മലും ക്ലിപ്പും ഒക്കെ ധരിച്ചു വരുന്ന ധാരാളം ടീച്ചേഴ്സ് നമ്മുടെ മനസ്സിൽ ഇപ്പൊ മാറി മറിയുന്നുണ്ടാവുക അല്ലെ? അപ്പൊ അവരെയൊക്കെ നമ്മൾ റോൾ മോഡലായിട്ട് സ്വീകരിക്കുക. ഓക്കെ. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീച്ചിങ് ലൈഫ് ജേണിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ.
നമ്മുടെ ഇതിനകത്ത് ഈ ഒരു PDF പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. നമ്മളിപ്പോ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലാണ് താമസിക്കുന്നത്. നമ്മുടെ ക്ലൈമറ്റ് ആയിരിക്കില്ല നോർത്ത് ഇന്ത്യയിലുള്ള ക്ലൈമറ്റ്, അല്ലെ? വ്യത്യാസപ്പെടാം. അപ്പൊ അവിടെയുള്ള കുഞ്ഞുങ്ങളിലെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് അധികം എന്താ പറയാ കോട്ടും സൂട്ടും ഒന്നും ധരിച്ചിട്ടല്ല സ്കൂളിൽ പോകുന്നത്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ നോർത്ത് ഇന്ത്യയിലെ പിള്ളേർ എങ്ങനെയാ പോകുന്നത്? ഡൽഹി പോലുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജമ്മു കാശ്മീർ പോലുള്ള അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളൊക്കെ എങ്ങനത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലാണ് സ്വീകരിച്ചിട്ടുള്ളത്? തണുപ്പിനെ ഇത് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടായിരിക്കും കൂടുതലും പോകുന്നത്. തണുപ്പിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്വെറ്റർ ഇട്ടിട്ട് സ്വെറ്റർ ഒക്കെ ഇട്ടിട്ടാണ് അവര് പോവുക. എന്നാലും നമ്മളുടെ പിള്ളേരോ, നമ്മളുടെ കേരളത്തിലെ പിള്ളേരോ എങ്ങനെയാ പോവുക? സാധാ ഒരു ഷർട്ട് ഇടും, ഒരു പാന്റ് ഇടും. കുഞ്ഞുങ്ങളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ധരിച്ച യൂണിഫോംസ് ഇടും. അപ്പൊ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇവിടെ അധികം എന്താ പറയാ നമുക്കധികം തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഇടവിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സീസണിലാണ് നമുക്ക് തണുപ്പും ചൂടും ഒക്കെ വരുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ എന്താണ് ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഭയങ്കര സമ്മറൊക്കെ ആണെങ്കിൽ, ഭയങ്കര ചൂടുള്ള, നമ്മളുടെ ഇവിടെ ഭയങ്കര ചൂടുള്ള സീസണുകൾ ശരിക്കും പറഞ്ഞാല് കുട്ടികൾക്ക് വേനൽ അവധിയാണ്, അല്ലെ? കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവില്ല, അല്ലെ? സ്കൂളൊക്കെ പൂട്ടുന്ന ഒരു സമയമാണ്. അപ്പോ ആ സമയത്ത് പ്രത്യേകം അവർക്കറിയാം സമ്മർ സീസൺ ആണ്, കുട്ടികളെ അകത്താണ് ഇരുത്തേണ്ടത്. അതുകൊണ്ടാണ് സ്കൂളുകളൊക്കെ വെക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാല് പറഞ്ഞു വരുന്നത് ആ സമയത്താണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ആ ചൂടിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അധികം ആ ഒരു ഹോട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അയഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ ഡ്രസ്സുകളൊക്കെ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുക. അതുപോലെ തണുത്ത കോൾഡ് സീസൺ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു ലൈനും കൂടി അവിടെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഡിസൈൻ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര കളറുള്ള ഡ്രസ്സുകളോടൊക്കെ ഭയങ്കര പ്രിയമായിരിക്കും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു 3 വയസ്സ് 4 വയസ്സ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കടയിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുമല്ലോ, ഇല്ലേ? പെൺകുട്ടികളെ കടയിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ റിയാക്ഷൻ? എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ അവരെടുപ്പിക്കുക? കുറച്ചുകൂടി മുതിർന്ന പിള്ളേരാണെങ്കില് ഉണ്ടാവും മിസ്, ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഉണ്ട്, അതുകൊണ്ട് അവര് തന്നെ സെലക്ട് ചെയ്യും. അവരെന്നെ പിന്നെ ധാരാളം ഈ എന്താ പറയാ തിളക്കമുള്ള അല്ലെങ്കിൽ തൊങ്ങലുകള്, കുറെ സാധനങ്ങളൊക്കെ എന്താ പറയാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തിളക്കമുള്ളത്, ഗിഫ്റ്റുകള്, ഡ്രസ്സില് അതൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെയുള്ള സാധനങ്ങളല്ലേ അവർ സെലക്ട് ചെയ്യുള്ളൂ, മെറ്റീരിയൽസ്. ഇപ്പോഴത്തെ പിള്ളേര് പ്രത്യേകിച്ചും ഇഷ്ടം പോലെ അവർക്ക് അറിയാം എന്ത് വർക്കുകളാണ്, എങ്ങനെയാണ് തയ്ക്കേണ്ടത്, എല്ലാം അവർക്ക് അറിയാം. എല്ലാവർക്കും അറിയാം, ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? എല്ലാരും അവര് തന്നെ ചെയ്തോളും. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ഇട്ടോണ്ട് വരുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും അത് മേടിച്ചു തരണം, ഇത് മേടിച്ചു തരണം. അതെ, അങ്ങനെ വന്ന് പറയാറുണ്ടല്ലേ സ്കൂളില്, ക്ലാസ് റൂമില് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അതുപോലെ എനിക്ക് ചെയ്യണം, അവളിട്ട പോലെ ചെയ്യണം, അവള് കൊണ്ടുവന്ന പോലെ ചെയ്യണം, അതൊക്കെ നിങ്ങളോട് വന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്തു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനായിരിക്കണം, അല്ലെ? അപ്പൊ ഷോപ്പിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അതിനായിരിക്കും ചിലപ്പോ ഒരു വാശി പിടിക്കും, മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടുതലായിട്ട് വാശി പിടിച്ച് ചിലപ്പോ കരയും. അപ്പൊ നമ്മൾ മേടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിതനാകും, നമ്മളത് മേടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ലൈൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ, കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഭയങ്കര കൗതുകമാണ്, ഭയങ്കരമായിട്ട് കളറുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഭയങ്കര ഡിസൈൻ ഉള്ള ഡ്രസ്സ്, ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കൗതുകങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവരത് മേടിക്കാനായിട്ട് തയ്യാറാവുന്നത്. ഒരു പ്രാവശ്യം കിട്ടിയാൽ മതി കേട്ടോ, പിന്നെ അത്ര വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാല് പിന്നെ അത് ഓക്കെ ആയിക്കോളും, പിന്നെ അടുത്തതിലോട്ടായിരിക്കും കണ്ണു പോവുക. അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവം. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത പ്രകൃതമാണ് കുഞ്ഞുങ്ങളുടേത് കേട്ടോ. ഓക്കെ, അടുത്തത് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യുക, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്.
sleep and rest. The child must be allowed to get enough sleep and rest. This gives rest to the body organs and the child feels fresh when waking up. Next one വായിക്കണോ മിസ്സേ? വേണ്ട, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് മാത്രം മതി. Okay. ഓക്കെ, അതെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ മതിയോ? സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് മതിയല്ലേ? ബോറടിച്ചോ? എന്താണ്? ടീച്ചറുടെ ക്ലാസ്സിൽ ബോറടിക്കാനാണോ? ടീച്ചർ നല്ല ഇങ്ങനെ പ്ലസന്റ് ആയിട്ട് നല്ല സ്മൈലി ആയിട്ട് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവരെയും എനർജറ്റിക് ആക്കുക ചെയ്യാം. ടീച്ചർ ആക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങളും ആക്റ്റീവാ. ആക്റ്റീവാണ്. ഓക്കെ, ദൈവമേ, എനിക്ക് ഇനി വേറെ ഒന്നും കേൾക്കണ്ട. ഈ വർഷത്തെ ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആണ് കിട്ടിയത് കേട്ടോ. ഓക്കെ, ഞാനപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ടീച്ചർ. Thank you, miss. താങ്ക് യു. Okay, teacher, have a nice day. Thank you. Thank you.